നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. മഞ്ചേശ്വരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KR ജയാനന്ദ പ്രചാരണത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത്രയും ദിവസം ജനങ്ങൾക്കിടയിൽ വളരെ സജീവമായ പ്രചരണത്തിലായിരുന്നു. ആത്മവിശ്വാസം എത്രത്തോളമുണ്ട് മഞ്ചേശ്വരം മണ്ഡലം? മഞ്ചേശ്വരം ജയിക്കും. ഞങ്ങൾ കഴിഞ്ഞ 8-ാം തീയതിക്ക് ശേഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായുള്ള സഖാക്കളെ കൂട്ടിക്കൊണ്ടാണ് ഈ പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നത്. വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ കണ്ടപ്പോൾ മുമ്പൊർക്കോൾ കിട്ടാത്ത രീതിയിലുള്ള ഒരു സഹകരണമാണ് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് നവമാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടാവാം. നമ്മൾക്ക് ഒരു കാലത്ത് പോകാൻ കഴിയാതെ പ്രദേശങ്ങളുണ്ടായിരുന്നു. വർക്കോളു ചെല്ലി അവിടെ സംസാരിക്കാൻ പോലും നമ്മൾ നോട്ടീസ് പോലും മേടിക്കാത്ത വിവിധ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. ആ പ്രദേശങ്ങളിലെല്ലാം ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടിയാണ് നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങുന്നത്. മഞ്ചേശ്വരത്തെ സംബന്ധിച്ചൊരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെയാണ് LDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്തൊക്കെ സാധ്യതകളാണ് കാണുന്നത്? അല്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലേ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിന് പൊതുവെ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികളും അതിനുപരി മഞ്ചേശ്വരം മണ്ഡലത്തിനകത്ത് നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾക്കറിയാം. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നാൽ ജയിച്ചാൽ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈടവർ ഇടതുപക്ഷത്തിനൊരു MLA ഉണ്ടായാൽ ഉണ്ടാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ജനങ്ങൾ നമ്മളെ സഹകരിക്കാൻ തീരുമാനിച്ചുള്ളത്. ഈ സർക്കാർ നേരിട്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങളല്ലാതെ MLA എന്ന നിലയിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നൊരു ആക്ഷേപമുണ്ടല്ലേ? അത് സത്യമല്ലേ? പത്രക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഈ നമ്മുടെ ജില്ലയിൽ തന്നെ തെക്കൻ മേഖലയിലെ മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ നടന്ന വികസന പ്രവർത്തനത്തിൻ്റെ വാർത്തകൾ പത്രത്തിൽ ജനങ്ങൾ കാണുമ്പോൾ മഞ്ചേശ്വരം മണ്ഡലം 0-ആണ്. ഒരു MLA എന്ന നിലയ്ക്ക് ജനങ്ങളെ ആയി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇടപെട്ട് അതിനെ നടപ്പിലാക്കാൻ ഒരു പ്രവർത്തനം നടത്തുന്നതാണ്. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു AK മസ്റഫ്. മഞ്ചേശ്വരം താലൂക്ക് ആസ്പത്രി 100 ബെഡിൻ്റെ ആസ്പത്രിയാക്കി ഞങ്ങൾ മാറ്റുക എന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 2019 കൊടുത്ത 17.5 കോടി രൂപയുടെ പദ്ധതി പൂർത്തീകരിക്കാൻ ഇന്നേവരെ കഴിഞ്ഞില്ല. നിങ്ങൾ നോക്കൂ, 6-7 കൊല്ലമായി ഈ പദ്ധതി പ്രഖ്യാപിച്ച് ബജറ്റിൽ വെച്ചിട്ട് എന്തുകൊണ്ടാണ് മറ്റ് മണ്ഡലത്തിലല്ല 1 കൊല്ലം 1.5 കൊല്ലത്തിനകത്ത് ആസ്പത്രി കെട്ടിടങ്ങൾ പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം നടത്തി രോഗികളെ ചികിത്സിക്കുന്ന പദ്ധതി തുടങ്ങിയത്? എന്തുകൊണ്ടും മഞ്ചേശ്വരം മണ്ഡലത്തിനകത്ത് കഴിയുന്നില്ല. മഞ്ചേശ്വരം മണ്ഡലത്തിനകത്ത് MLA എന്ന നിലയ്ക്ക് തീരെ പരാജയം എന്ന് ജനങ്ങൾ പറയുന്നതാണ്, നമ്മൾ പറയുന്നതൊന്നല്ല. ലീഗിൻ്റെ അകത്തുള്ള ജനങ്ങൾ പറയുന്ന കാര്യങ്ങളാണ്, ലീഗിലുള്ള വിമർശനങ്ങളാണ്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു MLA വേണം എന്നതാണ് മഞ്ചേശ്വരത്തെ മണ്ഡലത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മെയ് 4 വോട്ടെണ്ണുമ്പോൾ ചുവപ്പണി സംശയം എന്താ? ഗ്യാരൻറ്റിയാണ്. മഞ്ചേശ്വരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളിലെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ, സാമൂഹിക പ്രവർത്തകന്മാർ എല്ലാവരും ഇടതുപക്ഷം ജയിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇടതുപക്ഷ സർക്കാരിൻ്റെ കഴിഞ്ഞ 10 കൊല്ലത്തെ കാര്യമാണ്. ഒരു കാര്യത്തിൽ മൈനസ് പറയാനും മഞ്ചേശ്വരം മണ്ഡലത്തിൽ ആൾക്കാരാവില്ല. ഒരു പഞ്ചായത്തിനകത്ത് 6,000-7,000 ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ കണക്കൂട്ടു, 2,000 രൂപ നിനക്ക് ഒരു വീട്ടിലേക്ക് കിട്ടുന്നത്. ഈ ഒരു പഞ്ചായത്തിനകത്ത് 6,000-7,000 പേരുണ്ട്. ആ 6,000-7,000 പേർക്കറിയാം പിണറായി വന്നാൽ മാത്രമേ ഈ പെൻഷൻ കിട്ടുന്നത്, ഇല്ലെങ്കിൽ കിട്ടില്ല എന്നവർക്ക് ഉറപ്പുണ്ട്. പണ്ട് ഇങ്ങനെ തന്നെ പറഞ്ഞാൽ പോയ ആൾക്കാർ, പണ്ട് 18 മാസത്തെ പെൻഷൻ 600 രൂപ കൊടുക്കാത്ത ആൾക്കാരാണ്. ഇപ്പോൾ പറയുന്നത് 3,000 രൂപ കൊടുക്കുന്നു. അത് ഉറപ്പാണ്. ജനങ്ങൾക്കറിയാം ഇടതുപക്ഷം എന്താണ്, പിണറായി എന്താണെന്ന് കേരളത്തിൽ നിന്ന് ജനങ്ങൾക്കറിയാം. മഞ്ചേശ്വരത്ത് നിന്ന് ഭാഷ ന്യൂനപക്ഷങ്ങൾക്കറിയാം. മഞ്ചേശ്വരത്ത് ഭാഷ ന്യൂനപക്ഷ വിഭാഗക്കാരെ സംരക്ഷിച്ച സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. ഈ ഇപ്പോൾ BJPക്കാർ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കന്നഡ എന്ന് പറഞ്ഞാണ്. നിങ്ങൾ പരിശോധിക്ക്, 2025 മലയാള ഭാഷാ ബില്ല് എന്ന് കേരള സർക്കാർ അവതരിപ്പിച്ച ആ ബില്ലിൽ പ്രത്യേകമായി 6-ലും 7-ലും പറയുന്ന 2 കാര്യങ്ങളുണ്ട്. എന്താ? ഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് പഠിക്കാൻ, കന്നഡത്തിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കന്നഡത്തിൽ പഠിപ്പിക്കണം എന്നതാണ് ആ ബില്ല് പറയുന്നത്. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഈ വിധത്തിലുള്ള ഭാഷ ന്യൂനപക്ഷ വിഭാഗത്തെ സംരക്ഷിക്കുന്ന ഒരു ബില്ലും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനത്തിൽ കാണിക്കുകയുമാണ്. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത കർണാടകത്തിൻ്റെ അതിർത്തി പ്രദേശമാണല്ലോ നമ്മൾ സൗത്ത് കന്നഡയുടെ ഭാഗമായുള്ളത്. ആ സൗത്ത് കന്നഡയുടെ ഭാഗമായുള്ള അതിർത്തി പ്രദേശം 1000 കണക്കിന് മലയാളികളുണ്ട്. ആ മലയാളികളിലെ ആ കുട്ടികൾക്ക് കന്നഡത്തിലല്ലാതെ മലയാളത്തിൽ പഠിക്കാൻ എന്തെങ്കിലും ഒരു സ്കൂളുണ്ടോ? പരിശോധിക്കണ്ടേ? അതുപോലെ തന്നെ നിങ്ങൾ കർണാടകത്തെ ബെളഗാവിയും അതുപോലെ തന്നെ റായച്ചൂറും ബള്ളാരിയും പ്രദേശത്ത് തെലുങ്ക് മറാഠി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെയെല്ലാം കന്നഡ സ്കൂളാണുള്ളത്. കേരളത്തിൽ മാത്രമാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ കന്നഡക്കാർക്ക് വേണ്ടി കന്നഡത്തിൽ പഠിക്കാൻ വേണ്ടിയുള്ള സ്കൂളുകൾ, അതിലേക്ക് സ്കൂളുകൾക്കുള്ള കട്ടടങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈടെ ഒരു കന്നഡത്തിൽ ഒരു അപ്ലിക്കേഷൻ കൊടുത്താൽ കന്നഡത്തിൽ തന്നെ മറുപടി പറയുന്നതാണ് ആ ബില്ല് പറയുന്നത്. ഇത് ഏതെങ്കിലും മറ്റ് സംസ്ഥാനത്തിലെ സർക്കാർ ചെയ്യുന്നുണ്ട്? ഇല്ലല്ലേ.
അതാണ് നമ്മൾ കേരളത്തിൻ്റെ ഭാഷാ ന്യൂനപക്ഷങ്ങളായിരുന്ന കാസർഗോഡ് ജില്ലയുടെ കന്നഡ സംസാരിക്കുന്ന തുളു, അതുപോലെ തന്നെ ഉറുദു, മറാഠി ഈ വിഭാഗക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. അതാണ് മഞ്ചേശ്വരത്തെ ജനങ്ങളെ വിശ്വാസവും. ഇടതുപക്ഷ സർക്കാർക്ക് ഒരു ഇടതുപക്ഷത്തിന് MLA വേണം എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഇത്തവണ മഞ്ചേശ്വരത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറും, ഇടതുപക്ഷം വലിയ വിജയം നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ്. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.